നമസ്കാരം. ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളിൽ കുടിശ്ശിക ഉണ്ടെന്നും അത് മുഴുവൻ സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സർക്കാരിന് പദ്ധതിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിമാസം 1600 രൂപ നൽകുന്ന സാമൂഹ്യക്ഷേമ പെൻഷന്റെ 5 ഗഡുക്കളാണ് കുടിശ്ശികയുള്ളത്. 2024 മാർച്ച് മുതൽ പെൻഷൻ കൃത്യമായി നൽകുന്നുണ്ട്. കുടിശ്ശിക 2024-25 സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുക്കളായും 25-26 സാമ്പത്തിക വർഷത്തിൽ 3 ഗഡുക്കളായും വിതരണം ചെയ്യും. 4250 കോടി രൂപയാണ് കുടിശ്ശികയായി നൽകാനുള്ളത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ സമീപനങ്ങളാണെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി സാമ്പത്തിക ഉപരോധത്തിനൊപ്പം നികുതി വിഹിതവും കേന്ദ്രം വെട്ടിക്കുറച്ചു എന്നാരോപിച്ചു. ജനസംഖ്യാ നിയന്ത്രണത്തിലും പ്രതിശീർഷ വരുമാനത്തിലും കേരളം കൈവരിച്ച നേട്ടങ്ങൾ ധനകാര്യ കമ്മീഷന്റെ പുതിയ മാനദണ്ഡപ്രകാരം സംസ്ഥാനത്തിന് ദോഷകരമാകുന്ന സ്ഥിതിയാണ്. അതിൻ്റെ പേരിൽ നികുതി വിഹിതം കുറയ്ക്കുന്ന സമീപനമാണ് ഉണ്ടാകുന്നത്. ഇക്കാര്യവും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. കിഫ്ബി എടുക്കുന്ന വായ്പയും പ്രതിവർഷ കടപരിധിയിൽ നിന്ന് കേന്ദ്രം വെട്ടിക്കുറയ്ക്കുകയാണെന്നും 2020-21 31,068 കോടി രൂപയായിരുന്ന കേന്ദ്ര സർക്കാർ ഗ്രാൻറ്റുകൾ 2023-24 12,068 കോടി രൂപയായി ചുരുങ്ങി എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഇവയാണ്. നെല്ല് സംഭരണത്തിലെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കും. കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി മരുന്ന് വിതരണത്തിലെ ബില്ലുകളിൽ വന്ന കുടിശ്ശിക 2024-25 സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യും. പെൻഷൻ പരിഷ്കരണത്തിലെ കുടിശ്ശികയായ 600 കോടി രൂപ ഈ സാമ്പത്തിക വർഷം തന്നെ നൽകും. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയിൽ പ്രത്യേക ഉത്തരവിറക്കും. നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾക്കൊപ്പം ചെലവ് ചുരുക്കലിനുള്ള മാർഗങ്ങളും സർക്കാർ സ്വീകരിക്കും. അതേസമയം വിരമിച്ച സഹകരണ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണിക്ക് 3 ലക്ഷം രൂപ മാസശമ്പളത്തിൽ പുനർനിയമനം നൽകാനുള്ള ശുപാർശ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം പരിഗണിക്കും എന്ന സൂചനയുണ്ട്. കിഫ്ബിയിൽ ഡെപ്യൂട്ടി CEO ആയി കരാർ നിയമനമാണ് ആലോചിക്കുന്നത്. ധനവകുപ്പിൽ നിന്ന് ശക്തമായ എതിർപ്പ് ഉയർന്നതോടെയാണ് ഇപ്പോൾ നിയമനം വൈകുന്നത്. എന്നാൽ മന്ത്രിസഭ അംഗീകാരം നൽകാൻ തന്നെയാണ് സാധ്യത. കിഫ്ബി CEO മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമാണ് അദ്ദേഹം. വിരമിച്ച IAS IPSകാരെ വൻതുക വേതനം നൽകി പുനർനിയമിക്കുന്നതിനെതിരെ ധനവകുപ്പ് ശക്തമായ വിയോജിപ്പ് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. മോശം സാമ്പത്തിക സ്ഥിതിയിൽ ഇത്തരം നിയമനങ്ങൾ പ്രായോഗികമല്ല എന്ന നിലപാടാണ് ധനവകുപ്പിന്. ഇതിനകം 3 ഡസനിലധികം പേരെയാണ് ഇത്തരത്തിൽ നിയമിച്ചിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇത്തരം നിയമനങ്ങൾ ഉണ്ടായിരുന്നു. മുൻ ചീഫ് സെക്രട്ടറി VP ജോയ് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് ചെയർമാനാണ്. ഇതേസമയം മുൻ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് മാത്രമാണ് ഇതിന് അപവാദം. അദ്ദേഹം 6ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനാണ്. ഒപ്പം സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് CMDയുമാണ്. ഈ സ്ഥാനങ്ങൾ വഹിച്ചപ്പോൾ 1 രൂപ പോലും വിജയാനന്ദ് വേതനം കൈപ്പറ്റിയിരുന്നില്ല.